गुरुब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे ജഗദ്ഗുരും. എല്ലാ ആചാര്യമണ്ഡലിക്കും എൻ്റെ പ്രണാമങ്ങൾ. ജിജ്ഞാസുക്കളായ ഈ പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തൈത്തിരീയ ഉപനിഷത്തിലെ ഭഗവത്പാദരുടെ ഭാഷ്യം അനുസരിച്ചുള്ള ആ ഒരു അർത്ഥജ്ഞാനത്തിലേക്ക് ജിജ്ഞാസുക്കളായ നാം കടക്കുകയാണ്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹത്തിനെയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. മലയാളത്തിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ജിജ്ഞാസു. ജിജ്ഞാസയുള്ളവൻ ജിജ്ഞാസു എന്നാണ്. ജിജ്ഞാസുക്കളായ എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ആഗ്രഹിക്കുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ആഗ്രഹിക്കുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനം, ആത്മനോജ്ഞാനം, ആത്മജ്ഞാനം, ഈ ആത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഇച്ഛ ഉണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആത്മാവല്ലാത്ത എന്ന് പറഞ്ഞാൽ നിത്യമല്ലാത്ത അനവധി അനാത്മാക്കളിൽ നമുക്ക് ആത്മത്വ ഭ്രമം ഉണ്ട്. ഇതാണ് ആത്മാവ്, ഇതാണ് ആത്മാവ് എന്ന് നാം ഭ്രമിക്കുന്നു. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ, ശരിയായ ധാരണയിലെത്താൻ, ശരിയായ ജ്ഞാനം അഥവാ ശരിയായ ധാരണ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ തെറ്റായ ജ്ഞാനം അനവധിയാവാം. അങ്ങനെ മായയുടെ പ്രഭാവം കൊണ്ട്, അവിദ്യയുടെ പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്നതായ അനാത്മാക്കളുടെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം അനിത്യമാണെന്നും നിത്യമായ സ്വതസിദ്ധമായ ആത്മാവ് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇതൊരു ഇൻവേർഡ് ജേണിയാണ്. നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചെല്ലുന്ന ഒരു യാത്രയാണിത്. അതിലാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത് ശ്രോതവ്യവും മന്തവ്യവും നിധിധ്യാസിതവ്യ എന്ന് ശ്രുതിയിൽ പറയുന്നുണ്ട്. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് പറയണത്. ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവ് ഉണ്ട് എന്നുള്ള ആ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഉപനിഷത്ത് നമ്മെ പഠിപ്പിച്ച് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ആത്മാ അസ്തിത്വം നിർദ്ധാരണം ചെയ്യപ്പെടുന്നത് അവിടെ എന്ന് ചോദിച്ചാൽ ഇനി നാം മനസ്സിലാക്കേണ്ടതാണ്. ആത്മാവ് എന്നൊരു വസ്തുവിനെ കുറിച്ച് നാം കേൾക്കുന്നു. എങ്ങനെ? ശ്രുതിയിൽ നിന്നും. ആ ശ്രുതിയെ ഉദ്ധരിച്ചുകൊണ്ട് ഗുരു നമ്മെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ശ്രുതിയും ഗുരുവാക്യവും ഇതിലൂടെ ആത്മാവ് എന്നൊരു വസ്തു ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ആത്മസ്വരൂപം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ നമ്മിൽ ഉണ്ടാകുന്നു. ശ്രുതി പറഞ്ഞു തരുന്നത് ആത്മാവാ അരേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് പറയുന്നു. അപ്പോ ശ്രവണം വേണം. ശ്രവണം എന്ന് പറഞ്ഞാൽ ഗുരുവാക്യ ശ്രവണം, ഗുരു വേദാന്ത ശ്രവണം, ഗുരു ഉപദിഷ്ടമായ വേദാന്ത ശ്രവണം. അതിനുശേഷം അതിനെക്കുറിച്ച് മനനം ചെയ്യണം. ഇൻട്രോസ്പെക്ഷൻ, മനനം എന്ന് പറയുന്നതിനെയാണ് ഇവിടെ നാം സാധാരണ പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയാം. അതായത് സാധക ബാധക യുക്തികൾ കൊണ്ട് ആത്മാവുണ്ടോ ഇല്ലയോ, ഉണ്ട് എന്നുള്ളതിന് എന്താണ് സാധക യുക്തികൾ,
അല്ലെങ്കിൽ ആത്മാവില്ല എന്ന് സ്ഥാപിക്കാൻ വരുന്ന പ്രതിപക്ഷത്തിന്റെ യുക്തികൾ അത് നമുക്ക് ബാധക യുക്തികളാണ്. അപ്പൊ സാധക ബാധക യുക്തികളെ കൊണ്ട്, അനുമാനങ്ങളെ കൊണ്ട്, പ്രമാണങ്ങളെ കൊണ്ട് അതിനെ വിശകലനം ചെയ്ത് നല്ലപോലെ വിശകലനം ചെയ്ത് ആത്മാവുണ്ടെന്നുള്ള ഒരു അവഗതി നമ്മുടെ മനസ്സിൽ ആത്മാവുണ്ട് എന്നുള്ള ആ ഒരു ധാരണ അവിടെ പ്രതിഷ്ഠ ഏറുന്നു. ഇനി അതിൽ തന്നെ അതെന്താണെന്ന് അറിയാൻ മനസ്സിലാക്കുക, അതാണ് നിധിധ്യാസനം. ബ്രഹ്മാത്മനാ സംസ്ഥിതി. അങ്ങനെ ബ്രഹ്മത്തെ അറിയാൻ പ്രയത്നിക്കുന്നവൻ ബ്രഹ്മമാകുന്നു. അല്ലെങ്കിൽ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. അതാണ് ബ്രഹ്മവിദാപ്നോതി പരം എന്ന് ഈ രണ്ടാമത്തെ വലിയ ഉപനിഷത്ത് ആരംഭിച്ചു തുടങ്ങുന്നത്. അതാണ് നിധിധ്യാസനം. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ വിതൗട്ട് എനി ഇന്റർമിഷൻ എന്നാണ്. ഇപ്പോ ബ്രഹ്മവിത്ത് ബ്രഹ്മ ഇതി വക്ഷ്യമാണ ലക്ഷണം. ബ്രഹ്മവിത് ബ്രഹ്മ ബ്രഹ്മൈവ ഭവതി എന്നുണ്ട്. പറയാൻ പോവുകയാണ് വൃദ്ധതമത്വാത് ബ്രഹ്മ, ഏറ്റവും വലുതായത് എന്നർത്ഥം. തദ്വേത്തി വിജാനയിതി വിജാനാതീതി, അതിനെ അറിയുന്നവൻ. അതിനെ അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ അറിവ്? അറിവെന്ന് പറയുന്ന ഉണർവാണ്, ആത്മസംവേദനമാണ്. അങ്ങനെ അറിയുന്നവനാണ് ബ്രഹ്മവിത്ത്. ആപ്നോതി പ്രാപ്നോതി എന്നർത്ഥം. ബ്രഹ്മവിത്ത് ആപ്നോതി പ്രാപിക്കുന്നു. എവിടെ, എന്തിനെ പ്രാപിക്കുന്നു എന്ന് ചോദിച്ചാൽ പരം, നിരതിശയമായ വസ്തു പ്രാപിക്കുന്നു. നിരതിശയമായ വസ്തു എന്താ? സർവാതിശായിയായ വസ്തു ഏതാ എന്ന് ചോദിച്ചാൽ ബ്രഹ്മ, ബ്രഹ്മം തന്നെയാണ്, പരം ബ്രഹ്മ. നഹി അന്യസ്യ വിജ്ഞാനാത്ത് അന്യസ്യ പ്രാപ്തി. ഒരു വസ്തുതയെ അറിഞ്ഞാൽ മറ്റൊന്നിനെ നമുക്ക് പ്രാപിക്കുന്നതല്ല. അപ്പോൾ ബ്രഹ്മത്തെ അറിയുമ്പോൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് കിട്ടുന്നു. സ്പഷ്ടം ജശ്രുത്യന്തരം ബ്രഹ്മപ്രാപ്തിമേവ ബ്രഹ്മവിദോ ദർശയതി. സ്പഷ്ടം ജശ്രുത്യന്തരം, വളരെ സ്പഷ്ടമായി മറ്റൊരു ശ്രുതി, അതായത് മുണ്ടകോപനിഷത്തിലെ ശ്രുതി പറയുന്നു, സയോ ഹവൈ തത് പരമം ബ്രഹ്മ വേദ ബ്രഹ്മൈവ ഭവതി. ഇപ്പൊ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. പ്രാപിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഔപചാരികമായ ഒരു പ്രയോഗം മാത്രമാണിത്. വാസ്തവത്തിൽ ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ സ്വരൂപ അഭിവ്യക്തിയാണ്. നമ്മുടെ തന്നെ യഥാർത്ഥ സ്വരൂപത്തെ അഭിവ്യക്തമാക്കുക. അത് അഭിവ്യക്തമാവുക എന്ന് പറഞ്ഞാൽ തിരശീല മാറുമ്പോൾ നമുക്ക് രംഗത്തിന്റെ ബോധം ഉണ്ടാകുന്നത് പോലെ അവിദ്യയുടെ തിരശീല ഇല്ലാതാകുമ്പോൾ ആ തിരശീലയിലാണ് ഒരു സിനിമാ പ്രദർശനം പോലെ പലതരത്തിലുള്ള അനാത്മാക്കളുടെ, അതായത് അന്നമയം തുടങ്ങി മറ്റു പലതിൻ്റെയും അനാത്മാക്കളുടെയും ഒരു വിളയാട്ടം ഉണ്ടായിരുന്നത്, ഒരു കളിതമാശ. ആ കളിതമാശയൊക്കെ ഈ തിരശീല മാറുമ്പോൾ, അതായത് അവിദ്യ എന്ന തിരശീല, അവിദ്യ എന്ന ആ കർട്ടൻ ഇല്ലാതാകുമ്പോൾ ബ്രഹ്മം മനസ്സിലാക്കപ്പെടുന്നു എന്നാണ്. ആരാൽ? നമ്മൾ. ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ഇതുവരെ പ്രയത്നിച്ചത്, ആ പ്രയത്നത്തിന്റെ സാഫല്യം ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മ അവാപ്തി. ബ്രഹ്മവിത്ത് ബ്രഹ്മ യോഹൈ സയോഹ വൈ തത് പരമം ബ്രഹ്മം വേദ. പരമമായ ബ്രഹ്മത്തെ ആരാണോ അറിയുന്നത് ബ്രഹ്മൈവ ഭവതി, അയാൾ ബ്രഹ്മമായിത്തീരുന്നു എന്നാണ്. അല്ലെങ്കിൽ ബ്രഹ്മമാകുന്നു. ആയിത്തീരുക എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഒരവസ്ഥയല്ലേ എന്നൊക്കെ താർക്കികന്മാരുടെ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഈ ഭവതി എന്നുള്ളതിന് സദ്ഭാവം, ഭവനം എന്നാണ് അർത്ഥം. ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മമാകുന്നു. ആകുന്നു എന്ന് പറയുമ്പോൾ ആയിരുന്നു, ആകുന്നു, ഇനിയും ഉണ്ടായിരിക്കും എന്നർത്ഥം. നാനോ സർവഗതം സർവസ്യ ആത്മഭൂതം ബ്രഹ്മ വക്ഷ്യതി. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്താ പൂർവപക്ഷിയുടെ ചോദ്യം?
ബ്രഹ്മം സർവഗതമാണെന്നും സർവത്തിൻ്റെയും ആത്മാവാണെന്നും സർവസ്യ ആത്മഭൂതം. ആത്മാവ്, ഇവിടെ ആത്മഭൂതം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും ആത്മാവായിട്ടുള്ളതാണ്. ദ സെൻട്രാലിറ്റി എന്നൊക്കെ പറയും ആധുനിക മറ്റേ ഇതിലൊക്കെ സെൻട്രാലിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ആയ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. അതോ ന ആപ്യം, ആപ്യമല്ല, പ്രാപിക്കേണ്ടതല്ല. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആപ്തിശ്ച അന്യസ്യ അന്യേന. ഒരു വസ്തു മറ്റൊന്നിനെ ചെന്ന് പ്രാപിക്കുന്നു. രാമൻ അടുത്ത ഗ്രാമത്തിലേക്ക് എത്തുന്നു. അപ്പൊ അടുത്ത ഗ്രാമം ആപ്യമാണ്, പ്രാപ്യമാണ്. പ്രാപ്തി, അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രാപിച്ചു കഴിഞ്ഞു, വനത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഗ്രാമത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇവിടെ പരിച്ഛിന്നസ്യ പരിച്ഛിന്നേന ദൃഷ്ട. അപ്പൊ ഈ ആപ്തി എന്നുള്ളത് അഥവാ പ്രാപ്തി എന്നുള്ളത് വാസ്തവത്തിൽ പരിച്ഛിന്നമായ വസ്തുക്കൾ പരിച്ഛിന്നമായതുമായി ബന്ധപ്പെടുമ്പോഴാണ് ഈ ആപ്തി എന്ന് പറയുന്നത് അവിടെ സംഗതമാകുന്നത്. അപരിച്ഛിന്നം സർവാത്മകം ച ബ്രഹ്മ ഇത്യതഃ. ബ്രഹ്മമാകട്ടെ അപരിച്ഛിന്നമാണ്. അപരിച്ഛിന്നമായ സർവാത്മകമായ ബ്രഹ്മ, ആ ബ്രഹ്മത്തിനെ പരിച്ഛിന്നവത് അനാത്മവച്ച, പരിച്ഛിന്നമായ അനാത്മാക്കളെ പോലെ തസ്യ ആപ്തി അനുപപന്ന, അതിൻ്റെ ആപ്തി, അതിൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത് അനുപപന്നം, അത് സംഗതമാകുന്നതല്ല. ഇപ്പോ പരിച്ഛിന്നമായ ലിമിറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ, ഇപ്പോ ഈ ബസ് കാലടിയിൽ നിന്നും പുറപ്പെട്ട് അങ്കമാലിയിലേക്ക് എത്തുന്നു. പരിച്ഛിന്നമായ വസ്തു പരിച്ഛിന്നമായ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു. ഇവിടെയൊക്കെ ആപ്തി അഥവാ പ്രാപ്തി എന്നുള്ള പ്രയോഗം ശരിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആപ്തി എന്ന് പറയുന്നത് ഔപചാരികമാണ്, ലാക്ഷണികമായ പ്രയോഗമാണ്. അവിടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ സ്വരൂപ അഭിവ്യക്തി, ബ്രഹ്മസ്വരൂപം സ്വയം അഭിവ്യക്തമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആപ്തിരനുപപന്ന, അനാത്മാക്കൾ എന്ന പോലെ, അനാത്മാക്കളുടെ ഗതിവിഗതികൾ പോലെയല്ല ആത്മാവിന്റെ പ്രാപ്തി അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രാപ്തി. അപ്പൊ ഈ പ്രയോഗത്തിൽ ബ്രഹ്മവിത് ആപ്നോതി പരമെന്ന് പറഞ്ഞ ഉപനിഷത്തിൽ പറഞ്ഞ ആപ്നോതി എന്ന പദത്തിന് ഒരു സ്വാരസ്യം നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയം ദോഷ, ദോഷമല്ല. കാരണം അത് ഔപചാരികമായ പ്രയോഗമാണ്. എങ്ങനെ? കഥം ദർശനാത് അദർശനാപേക്ഷത്വാത് ബ്രഹ്മണഃ ആപ്തി അനാപ്തിയോഹോ. ഈ ആക്ഷേപത്തിന് നമുക്ക് വഴിയില്ല, സമാധാനം പറയാം. എന്തെന്നാൽ ബ്രഹ്മത്തിന്റെ പ്രാപ്തിയും അപ്രാപ്തിയും ദർശനാദർശനാപേക്ഷത്വാത്, ബ്രഹ്മദർശനം പ്രാപ്തി, ബ്രഹ്മ അദർശനം അനാപ്തി എന്നെടുക്കാം. പ്രാപ്തിയും അപ്രാപ്തിയും ദർശനത്തെയും അദർശനത്തെയും അപേക്ഷിച്ചിട്ടുള്ളതാണ്. എന്തർത്ഥം? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ആചാര്യൻ ആ യുക്തികൾ കൊണ്ട് അങ്ങ് മുമ്പോട്ട് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. പദങ്ങളുടെ അർത്ഥം വളരെ പ്രമാണശാസ്ത്രങ്ങൾ വഴിയും വ്യാകരണം വഴിയും നിശ്ചയിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. ഉറച്ച ചുവടുകളാണ്. ദർശനാത് അദർശനാപേക്ഷത്വാത് ബ്രഹ്മണഃ ആപ്തി അനാപ്തിയോഹോ. ആപ്തി പ്ലസ് അനാപ്തി. ആപ്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി, അനാപ്തി എന്ന് പറഞ്ഞാലോ അപ്രാപ്തി എന്നെടുക്കാം. അപ്പോ എത്തുന്നതും എത്താതിരിക്കുന്നതും എന്തിനെ ആശ്രയിച്ചാണ് എന്ന് ചോദിച്ചാൽ ദർശനാത് അദർശനാത്. ദർശനം കൊണ്ട് ബ്രഹ്മപ്രാപ്തിയും അദർശനം കൊണ്ട്
ബ്രഹ്മ അപ്രാപ്തിയും എന്ന് എടുക്കാം. അപ്പൊ പറയാണ് എങ്ങനെയാണ് ഇത് യോജിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദർശനം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ദർശനമല്ല, ഇത് ആത്മദർശനമാണ്. അത് ഇറ്റ്സ് ആൻ ഇൻവേർഡ് സീയിങ് എന്നാണ്. ഇറ്റ് ഈസ് എന്താ പറയാ, ഇറ്റ് ഈസ് ആൻ അവയർനെസ്, ആൻ ഇന്റൻസ് അവയർനെസ്. ആ അവയർനെസ്സിനെയാണ് ഇവിടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത്. പരമാർത്ഥതോ ബ്രഹ്മസ്വരൂപസ്യാപി സതഃ അസ്യ ജീവസ്യ. പരമാർത്ഥത്തിൽ ബ്രഹ്മാഭിന്നമാണ് ജീവൻ, അല്ലെങ്കിൽ ജീവാഭിന്നമാണ് ബ്രഹ്മ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഭൂതമാത്രാകൃത ബാഹ്യപരിച്ഛിന്ന അന്നമയാദി ആത്മദർശിനഃ. ഈ ജീവന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഭൂതമാത്രാകൃത, പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപമാണ് എങ്കിലും ഭൂതമാത്രാകൃത ബാഹ്യ പരിച്ഛിന്ന അന്നമയാദി ആത്മദർശിന. ഭൂതമാത്രകൾ, അതായത് പഞ്ചഭൂതങ്ങളുടെ കൃത്യങ്ങൾ, പഞ്ചഭൂതത്തിന്റെ അംശങ്ങൾ ചേർന്നത് കൊണ്ട് ഭൂതമാത്രാകൃത ബാഹ്യ പരിച്ഛിന്നമായ, ബാഹ്യങ്ങളും പരിച്ഛിന്നങ്ങളുമായ എന്ന് പറയാം. ആത്മസ്വരൂപത്തിൽ നിന്നും ബാഹ്യമായതും പരിച്ഛിന്നമായതുമായ അന്നമയാദി ആത്മദർശിനഃ. അന്നമയാദികളെ, പഞ്ചകോശങ്ങളെ ആത്മാവാണെന്ന് വിചാരിക്കുകയും, അവിടെയാണ് അപകടം വരുന്നത്. ഭൂതമാത്രകൾ, തന്മാത്രകൾ, അവ കൊണ്ട് പഞ്ചഭൂതങ്ങളുടെ അംശങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതായ, സങ്കല്പിക്കപ്പെടുന്നവയായ പരിച്ഛിന്നമായ അല്ലെങ്കിൽ പരിച്ഛിന്നങ്ങളായ ബാഹ്യങ്ങളായ അന്നമയാദി ആത്മദർശിനഃ, അന്നമയാദ്യാത്മദർശിനഃ, അന്നമയാദികളെ ആത്മാവാണെന്ന് വിചാരിക്കുകയും, ഇനി തദാസക്ത ചേതസഃ, അവയിൽ തന്നെ മനസ്സ് ഉറക്കുകയും ചെയ്യുന്നത് കൊണ്ട്, തദാസക്ത ചേതസഃ. അപ്പോ അനാത്മാക്കളായ അന്നമയാദികളിൽ ആത്മത്വ ഭ്രമം എങ്ങനെ ഉണ്ടാകുന്നു? അവിദ്യ കൊണ്ട്. ആദ്യം അന്നമയത്തിൽ ഉണ്ടാകുന്നു, അല്ല കുറച്ചുകൂടി ഗാഠമായിട്ട് ചിന്തിച്ചപ്പോൾ പ്രാണനാണ് ശ്രേഷ്ഠൻ എന്ന് മനസ്സിലായി. കുറച്ചുകൂടി ഗാഠമായിട്ട് ചിന്തിച്ചപ്പോൾ മനസ്സാണ് ശ്രേഷ്ഠമായതെന്നും മനസ്സിലായി. ഇങ്ങനെ അന്നമയാദികളിൽ, യഥാർത്ഥ ആത്മാവല്ലാത്ത അന്നമയാദികളിൽ ആത്മാവിനെ ദർശിക്കുന്നവർ, തദാസക്ത ചേതസഃ, അതിൽ തന്നെ മനസ്സുറച്ചു നിൽക്കുന്നവരുമായ ആളുകൾ, അവർ പ്രകൃത സംഖ്യാപൂരണസ്യ ആത്മനോ അവ്യവഹിതസ്യാപി. അതായത് ഇവിടെ ഒരു ചെറിയ കഥയുടെ അംശം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ആചാര്യൻ. വേറൊരു സ്ഥലത്ത് ഈ കഥ അദ്ദേഹം തന്നെ വർണ്ണിക്കുന്നുണ്ട്. 10 പേര് കൂടി ഒരു വിനോദയാത്രയ്ക്ക് പോയി. 10 പേർ ഒരു വഞ്ചിയിൽ കയറി അപ്പുറത്തെത്തി. ആ നദി കടന്ന് മറ്റേ കരയിലേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് എണ്ണുകയാണ്. ആദ്യം ഒരാൾ എണ്ണി നോക്കി, 9 പേരേ ഉള്ളൂ. എന്തുകൊണ്ട്? തന്നെ അതിൽ കൂട്ടിയില്ല, അയാൾ കൂട്ടിയില്ല, അയാളെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയില്ല. മറ്റേ ആളോട് പറഞ്ഞു, അയ്യോ ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി, ചത്തുപോയി തോന്നുന്നു. അപ്പൊ അടുത്തയാൾ എണ്ണാൻ തുടങ്ങി. അയാളും തന്നെ മാറ്റി വെച്ചിട്ട് അയ്യോ 9 പേരേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. 10 പേരും എണ്ണി. ഓരോരുത്തരും അവരവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരവരെ കണക്കാക്കാതെ ബാക്കി 9 പേരെ മാത്രം 1, 2, 3 പ്രകൃത സംഖ്യാപൂരണസ്യ, 10 എന്നുള്ള സംഖ്യ തികയ്ക്കണം. എങ്ങനെ തികയ്ക്കാൻ പറ്റും? 9 പേരല്ലേ ഉള്ളൂ.
എന്ന് 10 പേരും വാദിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ വന്നു. ഇങ്ങനെ വിഷമിച്ചു കഴിയുന്നവരായ അവരോട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ 10 പേര് ഇവിടെ വന്നു, ഇപ്പൊ ഒരാൾ മിസ്സിംഗ് ആണ്. അയാൾ വഞ്ചി അപകടമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അപ്പൊ എവിടെയോ മുങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പൊ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരെയും ഒരു വരിയിലാക്കി നിർത്തിയിട്ട് പറഞ്ഞു, 1 2 3 4 5 6 7 8 9 10. അപ്പൊ ബോധ്യമായി ഈ വന്ന ആളാണ് ആചാര്യൻ. ആചാര്യൻ പറഞ്ഞു തരുന്നു തത്വമസി. ഉപനിഷത് വാക്യങ്ങളിലൂടെ ആചാര്യൻ വ്യക്തമാക്കി തരുന്നു, അല്ലെങ്കിൽ ഉപനിഷത്ത് തന്നെ ആചാര്യൻ. എങ്ങനെയാ പറയുന്നത്? പ്രകൃത സംഖ്യാപൂരണസ്യ ആത്മനോ അവ്യവഹിതസ്യാപി. 10 പേരുള്ളതിൽ എണ്ണുന്നവൻ മറ്റുള്ളവരിൽ മാത്രം മനസ്സ് വയ്ക്കുന്നു. എങ്ങനെയാണോ നാം ആത്മാവൊഴികെ അനാത്മാക്കളായ മറ്റുള്ളവയിൽ മാത്രം നമ്മുടെ മനസ്സ് ഉറച്ചു വയ്ക്കുന്നതോ അതുപോലെ ആത്മനോ അവ്യവഹിതസ്യാപി. ആത്മാവ് അവ്യവഹിതം, വ്യവഹിതമല്ല, മറഞ്ഞിരിക്കുന്നതല്ല, പക്ഷെ നമ്മൾ വിട്ടുപോകുന്നു. 10ാമനായ തന്നെ മറന്നിട്ട് ആകെ 9 പേരെന്ന് തെറ്റായി തിട്ടപ്പെടുത്തുന്നത് പോലെ എന്നർത്ഥം. പ്രകൃത സംഖ്യാപൂരണസ്യ ആത്മനോ അവ്യവഹിതസ്യാപി ബാഹ്യസംഖ്യേയ വിഷയ ആസക്ത ചിത്തതയാ. ബാഹ്യമായ വിഷയങ്ങളിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നാം ബാഹ്യമായ വിഷയങ്ങൾക്കും വിഷയസുഖങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. നാം നമ്മെ മറന്നുപോകുന്നു. നമ്മുടെ യഥാർത്ഥ സ്വരൂപം, ജീവസ്വരൂപം ബ്രഹ്മ അഭിന്നമാണ് എന്ന് മറന്നുപോകും. എന്നിട്ടോ ആത്മാവല്ലാത്ത മറ്റു പലതിലും ആത്മത്വഭ്രമം അവിദ്യാകാരണമായി ഉണ്ടായതുകൊണ്ട് ബാഹ്യസംഖ്യേയ വിഷയ ആസക്ത ചിത്തതയാ, ബാഹ്യമായ സംഖ്യേയമായ വിഷയങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് ഇതാണ് ആത്മാവ്, ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ആസക്ത ചിത്തതയ, അതിൽ തന്നെ ലീനമാകുന്ന, അതിൽ തന്നെ മുഴുകി നിൽക്കുന്ന ചിത്രത്തോട് കൂടിയവരായി സ്വയം മറന്നുകൊണ്ട് അഭാവവത്, ആത്മസ്വരൂപത്തെ അതിന്റെ അഭാവം എങ്ങനെ? അദർശനവത്, നാം നമ്മെ തന്നെ ദർശിക്കുന്നില്ല. കഥ ഇതിനകത്ത് ഈ വാക്യങ്ങൾക്കുള്ളിൽ കഥയുടെ അംശം കൂടി ആചാര്യൻ ഉൾപ്പെടുത്തി കഴിഞ്ഞു. 10 പേര് വഞ്ചിയിൽ കടന്ന് അപ്പുറത്തേക്ക് നദിയുടെ അക്കരയിൽ എത്തിയപ്പോൾ ഓരോരുത്തർക്കും 9 പേരെ കിട്ടുന്നുള്ളൂ, 10ാമനെ കിട്ടുന്നില്ല. ദശമസ്ത്വമസി എന്ന് പിന്നീട് മറ്റൊരു ഉപനിഷത്തിൽ ഇതിന്റെ കഥാഭാഗം വർണ്ണിക്കുന്നു. ശാന്തോക്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ വർണ്ണിക്കുന്നു. അപ്പോ സ്വരൂപാഭാവവത് അദർശനവത്. ഇപ്പൊ തന്നെ താൻ കാണാത്തത് കൊണ്ടാണ് അവിടെ അദർശനം. അദർശനം എന്ന് പറഞ്ഞാൽ അഭാവം, ഇല്ലെന്നർത്ഥം. കണ്ടില്ലെങ്കിൽ ഇല്ല. പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവദർശന ലക്ഷണയാ അവിദ്യയാ. അവിദ്യ എന്ന് പറയുന്നതിന് പല രീതിയിലും ലക്ഷണം പറയുകയാണ് ആചാര്യൻ. എന്താന്ന് ചോദിച്ചാൽ പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവദർശനം. പരമാർത്ഥത്തിൽ ഉള്ളതായ ബ്രഹ്മസ്വരൂപത്തിന്റെ അഭാവം. അവിദ്യ നിമിത്തം അന്നമയം മുതലായ ബാഹ്യമായ അനാത്മാക്കളിൽ നിന്നും താൻ വേറെ അല്ല എന്ന് അഭിമാനിക്കുന്നു. അതാണ് അവിദ്യ. പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവദർശന ലക്ഷണയാ അവിദ്യയാ. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് പറയാം, അണ്ടർലൈൻ ചെയ്തു വെക്കാം. പരമാർത്ഥ ബ്രഹ്മസ്വരൂപ ദർശനം. അദർശനം, അഭാവദർശനം. അഭാവത്തെ നാം കാണുന്നു. അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. ഇല്ലായ്മയെ നാം കാണുന്നു, നേരിട്ട് കാണുന്നു. ഒരു കൂട്ടത്തിൽ 5 പേരുണ്ട്, അതിൽ 6ാമനായിട്ട് ഒരാൾ വരണം, രാമൻ വരണം. അവിടെ നോക്കിയപ്പോൾ രാമൻ വന്നിട്ടില്ല. അപ്പൊ രാമന്റെ അഭാവം, ദി ആബ്സെൻസ് ഓഫ് രാമ ഈസ്, അത് പ്രത്യക്ഷമാകുന്നു, മനസ്സിലാക്കപ്പെടുന്നു എന്നർത്ഥം.
അപ്പൊ അഭാവ ദർശനം. അതുപോലെ പരമാർത്ഥ ബ്രഹ്മസ്വരൂപ അഭാവ ദർശനം. ഇതിന് ഈ ലക്ഷണത്തോട് കൂടിയ, ഈ ഡെഫിനിഷനോട് കൂടിയ അവിദ്യ കാരണമായി അന്നമയാദീൻ ബാഹ്യാൻ, അന്നമയം മുതലായ ബാഹ്യമായ വസ്തുതകളെ അനാത്മനഃ ആത്മത്വേന പ്രതിപന്നത്വാത്, അനാത്മാക്കളായ അന്നമയാദികളെ ആത്മത്വേന പ്രതിപന്നത്വാത്, ആത്മാവായി ധരിക്കുക നിമിത്തം അന്നമയാദി അനാത്മഭ്യോ ന അന്യോഹമസ്മി ഇതി അഭിമന്യത്തെ. അനാത്മാക്കളായ അന്നമയാദികളിലാണ്, അതാണ് ഞാൻ, അതിൽ നിന്നും ഭിന്നമല്ല, അഹമസ്മി ഇതി അഭിമന്യത്തെ. കഥാചിത് അന്നമയോഹം, കഥാചിത് പ്രാണമയോഹം. ചിലപ്പോൾ അന്നമയമായും ചിലപ്പോൾ പ്രാണമയമായും ചിലപ്പോൾ വിജ്ഞാനമയമായും മനോമയമായും ഒക്കെ കാണുന്നു. യഥാർത്ഥ ജ്ഞാനം ഇല്ല. ഇത്യഭിമന്യത്തെ എന്ന് അഭിമാനിക്കുന്നു. തെറ്റായ ധാരണ, അതാണ് അഭിമാനം. ഏവം അവിദ്യയാ ആത്മഭൂതമപി ബ്രഹ്മ അനാപ്തം സ്യാത്. ഈ രീതിയിലാണ് ആത്മഭൂതമായ ആത്മസ്വരൂപമായ ബ്രഹ്മം അനാപ്തമാകുന്നത്, ലഭിക്കാതെ പോകുന്നത്. അനാപ്തം, അനാപ്തി എന്ന് പറഞ്ഞാൽ അദർശനം, കാണാതെ പോകുന്നു. ആത്മാവ് ഇന്നതാണെന്ന് മനസ്സിലാക്കാത്തത് ഇക്കാരണം കൊണ്ടാണ്. എങ്ങനെ? അനാത്മാക്കളായ അന്നമയാദികളിൽ ആത്മത്വ ഭ്രമമുള്ളത് കൊണ്ട് ആത്മാവ് അദർശനം, ആത്മാവിനെ കാണുന്നില്ല. അതിനെയാണ് അനാപ്തി എന്ന് പറയുന്നത്. ഇപ്പോ സൂത്രത്തിൽ എന്ത് പറഞ്ഞു? ഉപനിഷത്ത് വാക്യം ബ്രഹ്മവിത് ആപ്നോതി എന്ന് പറഞ്ഞു. ആപ്തിഹി, പ്രാപ്തിഹി എന്നാണ് പറഞ്ഞത്. ഇവിടെ അപ്രാപ്തി. അപ്രാപ്തിക്ക് കാരണം എന്നതാണ്? അനാത്മാക്കളുടെ അവിദ്യാകാരണമുണ്ടായ അന്നമയാദികളായ അനാത്മാക്കളുടെ അവയിലുള്ള നമ്മുടെ താദാത്മ്യം കൊണ്ട് യഥാർത്ഥ സ്വരൂപമായ ആത്മസ്വരൂപം അനാപ്തമാകുന്നു. അദർശനം, അതിൻ്റെ അദർശനം കാണാതാകുന്നു. അതാണ് അദർശനം. ഇനി ഏവം അവിദ്യയാ ആത്മഭൂതമപി ബ്രഹ്മ അനാപ്തം സ്യാത്. തസ്യ ഏവം അവിദ്യയാ അനാപ്ത ബ്രഹ്മസ്വരൂപസ്യ പ്രകൃതസംഖ്യാപൂരണസ്യ ആത്മനോ അവിദ്യയാ അനാപ്തസ്യ സതഃ കേനചിത് സ്മാരിതസ്യ പുനഃ സ്വസ്വേവ വിദ്യയാ ആപ്തിഹി യഥാ. ആ കഥ തന്നെ 10 പേര് പോയ നദിയിൽ മുങ്ങിക്കുളിക്കാൻ പോയ കഥയാണ്. പ്രകൃതസംഖ്യ തസ്യ ഏവം അവിദ്യയാ അനാപ്ത ബ്രഹ്മസ്വരൂപസ്യ. അവിദ്യ കാരണം, മായയുടെ ഒരു വിളയാട്ടം, കളിയാട്ടമാണ്. മായ കാരണമായ, അവിദ്യ കാരണമായി അനാപ്ത ബ്രഹ്മസ്വരൂപസ്യ, അനാപ്തമായ ബ്രഹ്മസ്വരൂപം. ബ്രഹ്മസ്വരൂപം അനാപ്തം, അനാപ്തം അദർശനം. ബ്രഹ്മസ്വരൂപത്തെ കാണാൻ കഴിയാതെ എന്തു ചെയ്തു? പ്രകൃതസംഖ്യാപൂരണസ്യ ആത്മനോ അവിദ്യയാ അനാപ്തസ്യ സതഃ, അങ്ങനെ നിന്നുകൊണ്ട് കേനചിത് സ്മാരിതസ്യ പുനഃ സ്വസ്വൈവ വിദ്യയാ ആപ്തിർയഥ. കേനചിത് സ്മാരിതസ്യ, ആരോ ഒരാൾ, ഒരു വഴിപ്പോക്കൻ, ആ വഴിപ്പോക്കൻ വന്നു പറഞ്ഞു, ഓർമ്മിപ്പിക്കുന്നു. എടോ, 10ാമത് താനല്ലേ എന്ന് പറയുന്നു. നീയാണ് 10ാമൻ എന്ന് പറയുന്നു. ദശമസ്ത്വമസി സ്മാരിതസ്യ, ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ പരമാർത്ഥമായ ബ്രഹ്മസ്വരൂപത്തെ കാണായിക എന്നുള്ളത് അവിദ്യ നിമിത്തമാണ്. അങ്ങനെ വരുമ്പോൾ 10ാമത്തേവൻ ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ കൂടെ ഉൾപ്പെടുത്തി 10 ശരിയായ എണ്ണത്തിലേക്ക് എത്തുന്നു, ശരിയായ ധാരണയിലേക്ക് എത്തുന്നു. അങ്ങനെ അറിയുന്നത് പോലെ കേനചിത് സ്മാരിതസ്യ പുനഃ സ്വസ്യേവ വിദ്യയാ,
അപ്പോ തന്നെ കൂടി ഉൾപ്പെടുത്തി ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ കൂടി ഉൾപ്പെടുത്തി അറിയുന്നത് പോലെ, ശരിയായ എണ്ണം തികയ്ക്കുന്നത് പോലെ. ഇനി കേനചിത് സ്മാരിതസ്യ പുനഃ തസ്യവ വിദ്യയാ ആപ്തര്യഥാ. താൻ തന്നെ കൂടി അറിയുന്നു, പത്താമനായിട്ട് അറിയുന്നു. അതുപോലെ തഥാ ശ്രുത്യുപദിഷ്ടസ്യ സർവാത്മബ്രഹ്മണഃ ആത്മത്വദർശനേന വിദ്യയാ. അപ്പൊ വിദ്യ കൊണ്ട് എങ്ങനെ ഉണ്ടാവുന്നു അത്? തഥാ ശ്രുത്യുപദിഷ്ടസ്യ, ശ്രുതി ഉപദേശിക്കപ്പെടുന്ന സർവാത്മബ്രഹ്മണഃ, സർവാത്മകമായ ബ്രഹ്മം തന്നെയാണ് താൻ, അത് തന്നെയാണ് ഞാൻ എന്ന് അറിയുമ്പോൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നു പറയുന്നത് യുക്തമാണ്. വിദ്യയാ തദാപ്തി ഉപപദ്യത ഏവ. അപ്പൊ ബ്രഹ്മവിത് ആപ്നോതി, ആപ്നോതി എന്ന ആ ശ്രുതിയിൽ പറയപ്പെട്ടതായ പദം സാർത്ഥകമാണ്. അതിൽ ഒരു തരത്തിലുമുള്ള അനുപപത്തിയും കാണുന്നില്ല. ഇൻകോൺഗ്രുവിറ്റി is never exists. Incongruity never exists in the Vedic words എന്ന് പറയുന്നു. സർവാത്മ ബ്രഹ്മണ ആത്മത്വദർശനേന. അപ്പോ ഇത് മനസ്സിലാക്കേണ്ടത്, അവിദ്യ നിമിത്തം, അവിദ്യ കാരണമായി ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കാതെ ജീവാത്മാവ് മുമ്പ് പറഞ്ഞ ആ പത്താമത്തവൻ the 10th person ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃത സംഖ്യാപൂരണം, ആ നമ്പർ തികയ്ക്കുന്നു. അതുപോലെ 10 ശരിയായ എണ്ണം അറിയുന്നത് പോലെ വിദ്യ കൊണ്ട് തഥാ ശ്രുത്യുപദിഷ്ടസ്യ, അതാണ് വിദ്യ. ശ്രുതി ഉപദേശിക്കുമ്പോൾ സർവാത്മബ്രഹ്മണ, സർവാത്മകമായ ബ്രഹ്മം തന്നെയാണ് താൻ എന്നറിയുമ്പോൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പൊ ആപ്നോതി, മുമ്പും പറഞ്ഞു ആപ്നോതി സ്വരാജ്യം എന്നും പറഞ്ഞു. ഇപ്പൊ ബ്രഹ്മവിദ് ആപ്നോതി പരം എന്നും പറഞ്ഞു. അപ്പൊ ആപ്തി അഥവാ പ്രാപ്തി എന്നുള്ളത് ദർശനം. സ്വയം നാം അവിദ്യയുടെ ബന്ധം കൊണ്ട്, അവിദ്യയുടെ വിലാസം കൊണ്ട് നാം നമ്മെ മറന്നിരിക്കുന്നു, നാം ഭ്രമിച്ചിരിക്കുകയാണ്. അനാത്മാക്കളിൽ ആത്മത്വ ഭ്രമം. അങ്ങനെ ആ ഭ്രമം നീങ്ങാൻ വിദ്യ വേണം. വിദ്യ ഉപദേശിച്ചു തരുന്നത് ശ്രുതി, ആചാര്യൻ. ശ്രുതി ഉപദിഷ്ടമായ വിദ്യ ആചാര്യൻ ഉപദേശിച്ചു തരുന്നു. അങ്ങനെ ആ ശ്രുതി ഉപദിഷ്ടമായ ആചാര്യവാക്യ ശ്രവണം കൊണ്ട് ഞാനാണ് ആ പത്താമൻ എന്ന് കരുതി മനസ്സിലാക്കുന്നു, ശരിയായ ധാരണയിലേക്ക് എത്തുന്നത് പോലെ അതുവരെ ഉണ്ടായിരുന്ന ആ ദുഃഖമെല്ലാം മാറി. ഒരാളെ ആ നദിയിൽ ഒരാൾ മുങ്ങിപ്പോയി എന്ന് ധരിച്ച് വളരെയധികം ദുഃഖിതരായി കഴിഞ്ഞിരുന്നവരായിരുന്നു. നമ്മളും ഇപ്പോൾ പ്രപഞ്ചത്തിൽ ദുഃഖിതരായിട്ടാണ് കഴിയുന്നത്. എങ്ങനെ? അനാത്മാക്കളായ വസ്തുക്കളിൽ ആത്മത്വ ഭ്രമം ഉള്ളത് കൊണ്ട്, യഥാർത്ഥ സ്വരൂപം അറിയാത്തത് കൊണ്ട് നാം ദുഃഖിച്ചു കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ പത്താമൻ നീയാണ് എന്ന് വന്ന ആ വ്യക്തി, ആ വഴിപ്പോക്കൻ ആരെങ്കിലും ആവട്ടെ, ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ ഇതുവരെ ഞാൻ എന്നെ കരുതിയില്ലല്ലോ എന്ന് തൻ്റെ ആ തെറ്റിദ്ധാരണ ഇല്ലാതാക്കി ഞാൻ പത്താമനാണ് എന്ന ശരിയായ ധാരണയോടുകൂടി പ്രകൃത സംഖ്യാപൂരണത്വം, ആ പത്താമത് എന്ന സംഖ്യ പൂർത്തിയാക്കുന്നത് പോലെ, ഇതുവരെ ഞാൻ അനാത്മാക്കളാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്, ആത്മസ്ഥാനത്തിൽ തെറ്റിദ്ധരിച്ചിരുന്നത്, ഇപ്പോൾ ഇതാണ് എന്ന് താൻ തന്നെ ബ്രഹ്മമാണെന്ന് അറിയുന്നു. അപ്പോ ആപ്നോതി എന്ന് പറയുന്നത് ഔപചാരികമായ അതൊരു എന്താ പറയുക, ഇറ്റ് ഈസ് എ സെക്കൻഡറി യൂസേജ് എന്നാണ്. വാക്കുകൾക്ക് പ്രൈമറി യൂസേജ്, സെക്കൻഡറി യൂസേജ് എന്നൊക്കെ ഉണ്ട്. ശബ്ദശാസ്ത്രത്തിൽ, വ്യാകരണത്തിൽ അത് പ്രത്യേകം പറയാം. അഭിധ എന്നും ലക്ഷണം എന്നും ഒക്കെ അതിന് വ്യവഹാരങ്ങളുണ്ട്.
അപ്പോൾ ഇത് സെക്കൻഡറി യൂസേജ് ആണ്. അത് ആപ്നോതി, അത് നമ്മുടെ മലയാള ഭാഷകളിലും ഒക്കെ ധാരാളം ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്, പല ഉദാഹരണങ്ങളും ഒക്കെ നമുക്ക് പറയാൻ കഴിയും. ബ്രഹ്മപ്രാപ്തിർനാമ സ്വരൂപാഭിവ്യക്തി എന്ന് കിട്ടുന്നു. ഇതാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞു തന്നത്. അതുകൊണ്ട് വിദ്യയാതദാപ്തി ഉപപദ്യത ഏവ. ഇനി ഈ പറഞ്ഞ ബ്രഹ്മവിത്ത് ആപ്നോതി പരം എന്ന് പറഞ്ഞ സൂത്രഭൂതമായ ആ അർത്ഥം, സൂത്രം എന്ന് പറയുന്നത് എ ഷോർട്ട് ആൻഡ് പിത്തി സ്റ്റേറ്റ്മെന്റ്. പിത്തി എന്ന് പറയും, PITHY, പിത്തി സ്റ്റേറ്റ്മെന്റ്. വളരെ ചെറിയ വാക്കുകളിൽ പറയപ്പെടുന്നതാണ് സൂത്രങ്ങൾ. അഥാതോ ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യ യതഃ ശാസ്ത്രയോനിത്വാത് തത്വസമന്വയാത്. ഇങ്ങനെ ചെറിയ ചെറിയ അല്പാക്ഷരങ്ങൾ മാത്രമുള്ളത്, അസന്ദിഗ്ധം സംശയരഹിതമായതും, സാരവത്ത് വിശ്വതോ മുഖം സാരത്തോടു കൂടിയതും, ഗഹനമായ അർത്ഥഗാംഭീര്യത്തോടു കൂടിയതും, വിശ്വതോ മുഖം ഈ വിശ്വത്തെ മുഴുവൻ മുഖമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സർവതോമുഖമായിട്ട് നിൽക്കുന്നതും, അസ്തോഭം നമുക്ക് ഇളക്കാൻ സാധിക്കില്ല അതിനെ, അനവദ്യം ച തെറ്റാത്തതും ആയ ഒരു ഒന്നിനെയാണ് സൂത്രം എന്ന് സൂത്രവിദോ വിദുഹു, സൂത്രകം എന്നാണ് അതിന്റെ ലക്ഷണം പറയുന്നത്. അല്പാക്ഷരം, അസന്ദിഗ്ധം, സാരവത്, വിശ്വതോമുഖം, അസ്തോഭം, അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു. ഇനി സൂത്രസ്ഥാനത്തിലുള്ള ബ്രഹ്മവിദ ആപ്നോതി പരമിതി വാക്യം സൂത്രഭൂതം സർവസ്യ വല്യർത്ഥസ്യ. ഈ വല്ലി, ബ്രഹ്മ ആനന്ദവല്ലി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഈ അനുവാദം മുഴുവൻ, അതിന്റെ മുഴുവനും എന്തിന്റെ വിശദീകരണമാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മവിദാപ്നോതി പരം എന്ന വാക്യം, ആ സൂത്രഭൂതമായ ആ വാക്യത്തിന്റെ അർത്ഥമാണ് ഈ അനുവാദം മുഴുവനും. ഈ വല്ലി എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ വല്ലി, ബ്രഹ്മവല്ലി അഥവാ ആനന്ദവല്ലി എന്ന് പറയും. ഈ സൂത്രസ്ഥാനമായ വാക്യം ഏതാ എന്ന് ചോദിച്ചാൽ ബ്രഹ്മവിദാപ്നോതി പരം. അനേന വാക്യേന വേദ്യതയാ സൂത്രിതസ്യ ബ്രഹ്മണോ അനിർധാരിത സ്വരൂപ വിശേഷസ്യ സർവതോ വ്യാവൃത്ത സ്വരൂപ വിശേഷ സമർത്ഥസ്യ ലക്ഷണസ്യ അഭിധാനേന സ്വരൂപനിർധാരണായ അവിശേഷേണ ച ഉക്തവേദനസ്യ ബ്രഹ്മണോ വക്ഷ്യമാണ ലക്ഷണസ്യ വിശേഷേണ പ്രത്യേകാത്മതയാ അനന്യരൂപേണ വിജ്ഞേയത്വായ. ഒരു വലിയ സെന്റൻസ് ആണ് ആചാര്യൻ, അതിന്റെ അർത്ഥം നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആ ഋക്കിന്റെ താത്പര്യമാണ് ബ്രഹ്മവിദാപ്നോതി പരം എന്ന ആ ഋക്കിന്റെ താത്പര്യം, ആ മന്ത്രത്തിന്റെ താത്പര്യം. സൂത്രഭൂതം, സൂത്രം പോലെ നിൽക്കുന്ന, സൂത്രസ്ഥാനത്തിൽ നിൽക്കുന്ന സർവസ്യ വല്യർത്ഥസ്യ. വാസ്തവത്തിൽ ഇത് ഈ മന്ത്രം മുതൽക്കാണ് വിദ്യാരണ്യസ്വാമികൾ അദ്ദേഹത്തിന്റെ തൈത്തരീക വിദ്യാപ്രകാശം എന്ന പ്രസിദ്ധമായ വ്യാഖ്യാനം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പുള്ളതെല്ലാം സംഹിതാ വിഷയമായതുകൊണ്ട് അദ്ദേഹം അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ തൈത്തരീയ ഉപനിഷത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമാണ് തൈത്തരീക വിദ്യാപ്രകാശം, വിദ്യാരണ്യമുനി രചിച്ചത്. അനുഭൂതി പ്രകാശത്തിൽ അതിൽ ഈ വ്യാഖ്യാനം ഉൾപ്പെടുന്നുണ്ട്. എങ്ങനെ? ബ്രഹ്മവിദാപ്നോതി പരം ഇത്യനേന വാക്യേന വേദ്യതയാ അറിയപ്പെടേണ്ടതായ സൂത്രിതസ്യ സൂത്രസ്വരൂപത്തിൽ വർണ്ണിക്കപ്പെട്ട ആ ബ്രഹ്മണോ അനിർധാരിത സ്വരൂപ വിശേഷസ്യ, ബ്രഹ്മത്തിന്റെ സ്വരൂപം അനിർധാരിതമാണ്, നിർണയിക്കപ്പെട്ടിട്ടില്ല, മനസ്സിലാക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം.
അപ്പൊ ബ്രഹ്മവിദ ആപ്നോതി പരം എന്ന വാക്യം കൊണ്ട് വേദ്യതയാ സൂത്രിതസ്യ അറിയപ്പെടേണ്ടതായി സൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളതും. ഇനി അനിർധാരിത സ്വരൂപവിശേഷസ്യ സ്വരൂപവിശേഷം തീർച്ചപ്പെട്ടിട്ടില്ലാത്തതുമായ അനിർധാരിത സ്വരൂപവിശേഷസ്യ സർവതോ വ്യാവൃത്ത സ്വരൂപവിശേഷ സമർപ്പണ സമർത്ഥസ്യ. ഇനി സ്വരൂപവിശേഷം തീർച്ചപ്പെട്ടിട്ടില്ലാത്തതുമായ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താ എന്ന് ചോദിച്ചാൽ എല്ലാത്തിലും നിന്ന് വ്യത്യാസപ്പെട്ട സ്വരൂപവിശേഷം അതറിയുന്നതിന് വേണ്ടി ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്നത് സ്വരൂപവിശേഷമാണ്. എങ്ങനെ? പല വസ്ത്രങ്ങൾ അവിടെ ഉണ്ട്. നീല വസ്ത്രം, ഇപ്പൊ നീലം എന്നത് അവിടത്തെ സ്വരൂപമാണ്. നീല തുണി, നീല നിറത്തിലുള്ള തുണി, നീല വസ്ത്രമാനയ എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ശിഷ്യൻ അവിടെ പോയി തെരഞ്ഞു നോക്കുന്നു. പല നിറത്തിലുമുള്ള നീലം, പീതം, ശ്വേതം, കൃഷ്ണം എന്നങ്ങനെ പല നിറത്തിലുള്ള തുണികളുണ്ട്. അതിൽ നിന്നും നീല നിറത്തിലുള്ള തുണി എടുത്തുകൊണ്ട് വരുന്നു. ഇപ്പൊ സ്വരൂപം നീല സ്വരൂപമാണത്. അങ്ങനെ സ്വരൂപവിശേഷം സമർപ്പിക്കുന്നതിന് സമർത്ഥമാകുന്നത് എന്താന്ന് ചോദിച്ചാൽ ലക്ഷണം എന്നാണ്. അതാണ് ലക്ഷണം, അതാണ് വിശേഷണവും. ഇവിടെ വിശേഷണവും ലക്ഷണവും ഒന്നാണ്. അനിർധാരിത സ്വരൂപവിശേഷസ്യ സർവതോ വ്യാവൃത്ത സ്വരൂപവിശേഷ സമർപ്പണ സമർത്ഥസ്യ ലക്ഷണസ്യ അഭിധാനേന. ലക്ഷണം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ. ഒരു ഡെഫിനിഷൻ കൊണ്ട് നാം ഒരു വസ്തുവിന്റെ പ്രത്യേകത മനസ്സിലാക്കും, സ്പെഷ്യാലിറ്റി മനസ്സിലാക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്ലൂ ക്ലോത്ത്, ബ്ലൂ ഗാർമെന്റ്, നീല വസ്ത്രം. അപ്പൊ നീലം എന്നുള്ളത് അതിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ഇറ്റ് ഈസ് ദി അതിന്റെ ഒരു 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 എന്താ പറയുക, അതിനെ മാത്രം വ്യവച്ഛേദിച്ച് കാണിച്ചു തരുന്നത്. അനവധി നിറത്തിലുള്ള തുണികൾ അവിടെ ഉണ്ട്. നീലം വസ്ത്രം ആനയ എന്ന് ഗുരു പറയുമ്പോൾ നീലവസ്ത്രത്തെ കൊണ്ടുവരണം. അപ്പോൾ നീലം എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ വിശേഷണവുമാണ്, അതിന്റെ ലക്ഷണവുമാണ്. എങ്ങനെ? വ്യാവൃത്ത സ്വരൂപ വിശേഷ സമർപ്പണ സമർത്ഥം ലക്ഷണം. മറ്റുള്ളവയിൽ നിന്നുമുള്ള വ്യാവൃത്തി, വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ഇതര ഭേദം, മറ്റുള്ളവയിൽ നിന്നുമുള്ള ഭേദം, അതാണ് വ്യാവൃത്തി. ഇതരഭേദ ജനകമാണ് ലക്ഷണം. ആ വ്യാവൃത്തിയെ ഉണ്ടാക്കിത്തരുന്നതാണ് ലക്ഷണം, മനസ്സിലാക്കി തരുന്നതാണ് ലക്ഷണം. ഇവിടെ അത് വിശേഷണവുമാകുന്നു. അതായത് ഈ ശാസ്ത്രത്തിൽ ഇവിടെ ദ ഡെഫിനിഷൻ ഈസ് ദി അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് ഈസ് ദി ഡെഫിനിഷൻ. ഞാൻ പൊതുവെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഒരു ക്ലാസ്സിൽ 3 or 4 രാമൻ എന്നു പേരുള്ള വിദ്യാർത്ഥികൾ 3 or 4 പേരുണ്ടെങ്കിൽ നാം ആ വ്യത്യാസം എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. ഒരു രാമന്റെ ഇനിഷ്യൽ എ ആണ്, വേറൊരു രാമന്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത് ജി ആണ്. ഗോവിന്ദന്റെ മകൻ രാമൻ, ഇപ്പൊ ജി രാമൻ. വേറൊരു രാമന്റെ പേര് എസ് രാമനാണെന്നിരിക്കട്ടെ. ആരാ? സുഗതന്റെ മകൻ രാമൻ. ഇതൊക്കെ സ്പെഷ്യാലിറ്റിയാണ്. ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 2 തരത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, മറ്റ് രാമന്മാരിൽ നിന്നുമുള്ള വ്യത്യാസം ഈ എസ് രാമനുണ്ട്. മാത്രമല്ല വ്യവഹാരം, വിളിക്കുമ്പോഴും നാം അങ്ങനെ വിളിക്കും, എസ് രാമൻ ഇവിടെ വരൂ എന്ന് പറയും. അല്ലെങ്കിൽ പൊക്കമുള്ള അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ തന്നെ, അഡ്ജക്റ്റീവ്സ് തന്നെ ഇവിടെ ഡെഫിനീഷനുമാകുന്നു. പറഞ്ഞു വരികയാണ്, ശ്രദ്ധിക്കുക. സർവതോ വ്യാവൃത്ത സ്വരൂപ വിശേഷ
സമർപ്പണ സമർത്ഥസ്യ ലക്ഷണസ്യ. അതാണ് ലക്ഷണം. ലക്ഷണത്തിന് ഇതിനുള്ള കഴിവുണ്ട്. വ്യാവൃത്തർ വ്യവഹാരോപ ലക്ഷണസ്യ പ്രയോജനം എന്ന് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയും. ലക്ഷണം എന്ന് പറയുന്നത് വ്യവഹാരത്തിനും യോജിച്ചതാണ്, അനുയോജ്യമാണ്, വ്യവഹാരത്തിനും ഉതകുന്നതാണ്. എ രാമൻ ഇവിടെ വരൂ, എ രാമ, എ ഇനിഷ്യൽ, അല്ലെങ്കിൽ ജി രാമ ഇനിഷ്യൽ. ഇത് വ്യവഹാരത്തിനും ഉതകുന്നു. അതേപോലെ തന്നെ വ്യാവൃത്തി മറ്റുള്ള രാമന്മാരിൽ നിന്നുമുള്ള ഭേദത്തെയും മനസ്സിലാക്കി തരും. നീലവസ്ത്രം എന്നാൽ പീത, ശ്വേത, കൃഷ്ണ വസ്ത്രങ്ങളിൽ നിന്നുമുള്ള വ്യത്യാസം മനസ്സിലാക്കി തരുന്നതാണ് നീലമെന്ന വിശേഷണം. എ ബ്ലൂ ഗാർമെന്റ് മീൻസ് ഇറ്റ് ഡിനോട്ട്സ് ദ ഡിഫറൻസ് ഇൻ നേച്ചർ ഓഫ് ദി other garments, other colored garments like a black garment, white garment, yellow garment, ella. So this lakshana and this visheshana ചില സ്ഥലത്ത് അവ ഭിന്നമായിരിക്കും, ചില സ്ഥലത്ത് അവ ഒന്നായിരിക്കും. ഇത് ശാസ്ത്രീയമായ വ്യവഹാരത്തിൽ വരുന്ന ചർച്ചകളാണ് ഇതൊക്കെ. ആ ശാസ്ത്രീയമായ മാർഗത്തിലാണ് ബ്രഹ്മസ്വരൂപം, ബ്രഹ്മവിദ് ആപ്നോതി പരം എന്ന സൂത്രസ്ഥാനത്തിലുള്ള വാക്യം ആ ഋക്ക് വ്യാഖ്യാനിക്കാൻ ആചാര്യൻ പുറപ്പെടുന്നത്. വ്യാവൃത്തസ്വരൂപ വിശേഷ സമർപ്പണ സമർത്ഥസ്യ, because the definition is capable of denoting the difference of Brahman from others. ലക്ഷണസ്യ അഭിധാനേന, അതാണ് ലക്ഷണം, ഡെഫിനിഷൻ. സ്വരൂപ നിർദ്ധാരണായ, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സ്വരൂപ നിർദ്ധാരണം, കൃത്യമായ സ്വരൂപം, ശരിയായ സ്വരൂപം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി. ഇനി അവിശേഷേണ ച ഉക്തവേദനസ്യ ബ്രഹ്മണഃ വക്ഷ്യമാണ ലക്ഷണസ്യ വിശേഷേണ പ്രത്യഗാത്മതയാ അനന്യരൂപേണ വിജ്ഞേയത്വായ. രണ്ടാമത്തത് ആ ബ്രഹ്മത്തെ അവിശേഷേണ ച ഉക്തവേദനസ്യ ബ്രഹ്മണോ വക്ഷ്യമാണ ലക്ഷണസ്യ. ഇവിടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഉക്തവേദനസ്യ ബ്രഹ്മണഃ, ബ്രഹ്മത്തിന്റെ വേദനം, അറിവ്, ബ്രഹ്മത്തെ അറിയുന്നു, ബ്രഹ്മത്തെ ഉണരുന്നു. അതെങ്ങനെയുള്ളതാണ്? വക്ഷ്യമാണ ലക്ഷണസ്യ. ഇനി ഒരു ലക്ഷണം പറയാൻ പോവുകയാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പിന്നീട് പറയാൻ പോകുന്നു. ആ വക്ഷ്യമാണ ലക്ഷണം കൊണ്ട് വിശേഷേണ പ്രത്യഗാത്മതയാ, താൻ തന്നെയാണ് എന്ന് പറയാൻ പോകുന്ന ലക്ഷണങ്ങളോട് കൂടി പ്രത്യഗാത്മാവ്, താൻ തന്നെ എന്നുള്ള നിലയിൽ, ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം എന്ന നിലയിൽ പ്രത്യഗാത്മതയാ അനന്യരൂപേണ, വേറിട്ടല്ലാതെ അറിയുന്നതിന് വിജ്ഞേയത്വായ. അത് രണ്ടാമത്തെ. മൂന്നാമത്തതോ ബ്രഹ്മവിദ്യാഫലം ച ബ്രഹ്മവിദോ യത് പരപ്രാപ്തി ലക്ഷണമുക്തം. ബ്രഹ്മവിദ്യാഫലം, ഈ ബ്രഹ്മവിദ്യയുടെ ഫലം എന്തെന്ന് ചോദിച്ചാൽ ബ്രഹ്മവിദോ യത് പരപ്രാപ്തി, ബ്രഹ്മവിത്ത് ബ്രഹ്മമായിത്തീരുന്നു അല്ലെങ്കിൽ ബ്രഹ്മമാകുന്നു എന്നുള്ള ലക്ഷണം ഉക്തം. സ സർവാത്മഭാവ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? സർവാത്മഭാവം. സർവാത്മഭാവ സർവസംസാര ധർമ്മ അതീത ബ്രഹ്മസ്വരൂപത്വമേവ. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സർവോഹം എന്ന് പറയുന്നതാണ്. സർവോഹം എന്ന സർവാത്മഭാവ. ആ സർവാത്മഭാവം എങ്ങനെ ദൃഢീകരിക്കുന്നു, എങ്ങനെ അത് സ്ഥിരമാകുന്നു, സ്ഥിരതരമായ ബുദ്ധി ധിഷണയായി എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ സംസാരധർമ്മ അതീത ബ്രഹ്മസ്വരൂപത്വമേവ. സംസാരധർമ്മങ്ങൾ എന്താ? അനിത്യം, അനിത്യമായതും അതുപോലെ വ്യക്തമല്ലാത്തതും
ആയ ബ്രഹ്മസ്വരൂപം ന അന്യത് സംസാരധർമ്മ അതീതം, സംസാരധർമ്മങ്ങളിൽ നിന്നും അതീതമായത്, വ്യത്യസ്തമായത് അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപമാണ് ഞാൻ തന്നെ എന്ന്. ന അന്യത് ഇത്യേതത് പ്രദർശനായ, ഇത് മനസ്സിലാക്കി തരാനാണ് യേഷ ഋഗ് ഉദാഹ്രിയത്തെ, ഈ ഋഗ് ഉദാഹരിക്കപ്പെടുന്നത്. ഇറ്റ്സ് ഫെയർലി എ വെരി ലോങ് സെന്റൻസ്, എ കോമ്പൗണ്ട് സെന്റൻസ്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ അതിനെ മുറിച്ചുകൊണ്ട് ആ കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ ആക്കിക്കൊണ്ട്, നമുക്ക് സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് അതിൻ്റെ അർത്ഥജ്ഞാനം മനസ്സിലാക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ഈ ചർച്ച അവസാനിക്കുന്നു. സർവേ ജന സുഖിനോ ഭവന്തു. നാളെ നമുക്ക് ഇതേപോലെ 6 മണിക്ക് നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം.